ആ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? പ്ലേ ചെയ്തു. സോ ഇന്നത്തെ ടോപ്പിക് ഗ്ലാസ്ഗോ കോമ സ്കെയിലാണ്. So what is Glasgow Coma Scale? It's a neurological assessment tool for determining the severity of a patient's brain dysfunction or neurological dysfunction. ഇത് ആക്ച്വലി ഒറിജിനലി ഡെവലപ്പ് ചെയ്തത് ഈ പോസ്റ്റ് ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിനായിരുന്നു. എന്ന് വെച്ചാൽ അവരുടെ കോൺഷ്യസ്നെസ് ലെവൽ അസസ് ചെയ്യാനായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ഏത് സെറ്റിങ്ങിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് അക്യൂട്ട് ഇഞ്ചുറി ആണെങ്കിലും ലൈക്ക് ICUസിലൊക്കെ ആണെങ്കിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ പക്ഷേ ഇനിഷ്യലി ഇറ്റ് വാസ് ഡെവലപ്ഡ് ടു റിസ്ക് സ്ട്രാറ്റിഫൈ ഹെഡ് ഇഞ്ചുറീസ്. Okay. So its evaluation provides helpful prognostic information and serial recordings can plot improvement or deterioration. നമ്മൾ ഓരോ റെഗുലർ ഇന്റർവെൽസിൽ നോക്കുമ്പോഴത്തേക്കും ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ ഡിറ്റീരിയേറ്റ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാനും പറ്റും. Introduction. So it was published in 1974 by Graham T. Steele and Brian Jennett. They were professors of neurosurgery at University of Glasgow. Introduction അത്രയും മതി. ഓക്കെ, ഇതിൻ്റെ കമ്പോണൻസ്. ഇപ്പം 3 കമ്പോണൻസ് ഉള്ളത് ഗ്ലാസ്ഗോ കോമ സ്കെയിലിന്. ഐ റെസ്പോൺസ്, വെർബൽ റെസ്പോൺസ് ആൻഡ് മോട്ടോർ റെസ്പോൺസ്. ഐ റെസ്പോൺസ് ഡിനോട്ടഡ് ബൈ ഇ, അപ്പം അതിന് 1 to 4 ആണ് സ്കോർ വരുന്നത്. വെർബൽ റെസ്പോൺസ് ഡിനോട്ടഡ് ബൈ വി 1 to 5. മോട്ടോർ റെസ്പോൺസ് ഡിനോട്ടഡ് ബൈ എം 1 to 6. അപ്പം ഇത് നമുക്ക് മാക്സിമം, മിനിമം ആൻഡ് മാക്സിമം സ്കോർ എത്രയായിരിക്കും? മിനിമം സ്കോർ 1 + 1 + 1 എന്തായിരിക്കും? 3 ആയിരിക്കും. Maximum score is 4 + 5 + 6 15. Okay. ഇനി ഓരോ കമ്പോണൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ഐ റെസ്പോൺസ് ഇ. നമ്മൾ ഇങ്ങനെ സ്കോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പേഷ്യൻറ്റ് കൊണ്ടുവരുമ്പോഴത്തേക്ക് അൺപ്രോംപ്റ്റഡ് ഐ ഓപ്പണിംഗ് ഉണ്ട്, അതായത് സ്പോണ്ടേനിയസ് ഐ ഓപ്പണിംഗ് ഉണ്ട്. നമ്മളൊന്നും ചെയ്യുന്നില്ല, പേഷ്യൻ്റ് കണ്ണ് തുറന്നാണ് വരുന്നത്, അല്ലെങ്കിൽ വന്നുടനെ കണ്ണ് തുറക്കുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗിവ് സ്കോർ 4 കൊടുക്കാം, മാക്സിമം സ്കോർ കൊടുക്കാം. ഇല്ല. അടുത്തത് അങ്ങനെ കണ്ണ് തുറക്കുന്നില്ല, പേഷ്യൻ്റ് കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു വേർബൽ സ്റ്റിമുലസ് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്നീ കണ്ണ് തുറക്കാൻ പറയുക, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കുമ്പോഴേക്കും പേഷ്യൻ്റ് കണ്ണ് തുറക്കുവാണെങ്കിൽ അതിന് 3 കൊടുക്കും സ്കോർ. ഓക്കെ. അടുത്തത് എന്നിട്ടിപ്പം സ്പീച്ചിനോട് റെസ്പോൺസ് ഇല്ല, കണ്ണ് തുറക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ പെയിൻഫുൾ സ്റ്റിമുലസ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് പെരിഫറൽ പെയിൻഫുൾ സ്റ്റിമുലസ് കൊടുക്കുക, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റിമുലസ് കൊടുക്കാം. പെരിഫറൽ പെയിൻഫുൾ സ്റ്റിമുലസ് ആണ് ഈ ഫേം നെയിൽ ബെഡ് പ്രഷർ എന്ന് പറയുന്നത്. ജസ്റ്റ് നെയിൽ ബെഡിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. ഇനി സെൻട്രൽ സ്റ്റിമുലസ് ആണ് ട്രപ്പീസിയസ് സ്ക്വീസും സുപ്രോബൈറ്റൽ പ്രഷറും. ഓക്കെ, അപ്പം ഇതിലേതെങ്കിലും ചെയ്യാം. ഇത് ചില ബുക്കിൽ വന്ന ഐ റെസ്പോൺസിന് നല്ലത് പെരിഫറൽ പെയിൻഫുൾ സ്റ്റിമുലസ് എന്ന് നല്ലതെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് കണ്ട് തുറക്കുവാണെങ്കിൽ സ്കോർ 2 കൊടുക്കാം. ഓക്കെ. അടുത്തത് റെസ്പോൺസ് ഇല്ല, ഇതൊക്കെ ചെയ്തിട്ടും കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ നോ റെസ്പോൺസ്, E1, മിനിമം സ്കോർ E1 കൊടുക്കാം. ഓക്കെ. സോ ഇതിനൊരു നിമോണിക് പറയാനാണെങ്കിൽ ESP എന്ന് പറയാം. അതായത് ഇ എന്തായിരുന്നു? ഐ ഓപ്പണിംഗ്, സ്പോണ്ടേനിയസ് ഐ ഓപ്പണിംഗ് ഉണ്ട്. എസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ റെസ്പോൺസ് ടു സ്പീച്ച്, എസ്. ഓക്കെ. അടുത്തത് ഇൻ റെസ്പോൺസ് ടു പെയിൻഫുൾ സ്റ്റിമുലസ്, പി. പിന്നെ അടുത്തത് നോ റെസ്പോൺസ്, എൻ. ഓക്കെ, ESPN. അടുത്തത് രണ്ടാമത്തെ കമ്പോണന്റ് ആണ് വെർബൽ റെസ്പോൺസ് ഓർ ഡിനോട്ടഡ് ബൈ വി. ഓക്കെ, അപ്പോൾ അത് 1 to 5 ആണ് സ്കോർ കൊടുക്കുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് മാക്സിമം സ്കോർ എപ്പോഴാണ് കൊടുക്കുന്നത്? ഓറിയന്റഡ് ആണെങ്കിൽ പേഷ്യൻ്റ്, അതായത് നമ്മൾ ബേസിക്കലി 3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കേണ്ടത്. പേര്, എവിടെയാണ് എന്ന് വെച്ചാൽ ഇപ്പം എവിടെയാണ്, ഇപ്പം ഹോസ്പിറ്റലാണെങ്കിൽ എവിടെയാണ്, അങ്ങനെ ഇപ്പം എവിടെയാണ്. പിന്നെ ടൈം എന്ന് ചോദിക്കുമ്പോൾ ഒന്നെങ്കിൽ വർഷം, അല്ലെങ്കിൽ മന്ത്, ഡേ അത്രയും ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് ചോദിക്കുമ്പോഴത്തേക്കും ഇത് 3 പേഷ്യൻ്റ് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് പേരും എവിടെയാണെന്നുള്ളതും ടൈമും ഒക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഓറിയന്റഡ് ഇൻ ടൈം, പ്ലേസ് ആൻഡ് പേഴ്സൺ എന്ന് പറയത്തില്ല. അപ്പം നമുക്ക് മാക്സിമം സ്കോർ കൊടുക്കാം, V5 കൊടുക്കാം. ഓക്കെ, ഹലോ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? V5 കൊടുക്കാം, മാക്സിമം സ്കോർ കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ചോദിക്കുന്ന ഉത്തരം പക്ഷേ കൺഫ്യൂസ്ഡ് ആണെന്ന് വെച്ചാൽ ഇപ്പം എവിടെ ചോദിക്കുമ്പോൾ എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ആക്ച്വലി പേഷ്യൻ്റ് കൺഫ്യൂസ്ഡ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ ചോദിക്കുന്നതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ കൺഫ്യൂസ്ഡ് പറയും. V4 ഇസ് കൺഫ്യൂസ്ഡ്. സ്കോർ V4 കൊടുക്കും വിക്ക്. ഓക്കെ ഓക്കെ, 5 എന്ന് പറയുമ്പോഴത്തേക്കും ഓറിയന്റഡ് ആണ്, 4 കൺഫ്യൂസ്ഡ് ആണ്, പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ചോദിക്കുന്ന ഉത്തരം പറയുന്നുണ്ട്. ഇനി V3 എന്ന് പറയുമ്പോഴത്തേക്കും റാൻഡം വേർഡ്സ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്. നമ്മൾ ചോദിക്കുന്നില്ല ഉത്തരം പറയുന്നത്, നമ്മൾ ചോദിക്കുന്നതും പറയുന്നൊരു ബന്ധവും കാണത്തില്ല. ചുമ്മാ എന്തെങ്കിലും വേർഡ്സ് ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയത്തേ ഉള്ളൂ. നമ്മൾ ചോദിക്കേണ്ട ഒരു ബന്ധമില്ലാത്ത കുറെ വേർഡ്സ് ഇങ്ങനെ അതുമായി ഷൗട്ട് ചെയ്യുന്ന മാതിരി സ്വയർ ചെയ്യുന്ന പോലെ ഇങ്ങനെ വിളിച്ച് പറയും. അതാണ് റാൻഡം V3 എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്കോർ 3 കൊടുക്കും, ചുമ്മാ റാൻഡം വേർഡ്സ് പറയുവാണെങ്കിൽ. അടുത്തത് V2 എന്ന് പറയുമ്പോഴത്തേക്ക് സൗണ്ട്സ്, ചുമ്മാ ഇൻകോംപ്രിഹെൻസിബിൾ സൗണ്ട്സ് നോയ്സസ് എന്ന് വെച്ചാൽ ഒരു വേർഡ്സ് ഒന്നും ഫോം ചെയ്യില്ല, ചുമ്മാ ഇങ്ങനെ ഒന്ന് ഗ്രോണിങ് മോർണിംഗ് അല്ലെങ്കിൽ ഓ എന്നൊക്കെ സൗണ്ട്സ് ഉണ്ടാക്കത്തതേ ഉള്ളൂ. ഓക്കെ, അതിനാണെങ്കിൽ നമ്മൾ 2 കൊടുക്കും. എൻ്റെ മിനിമം സ്കോർ എന്താണ്? റെസ്പോൺസ് ഇല്ല, ഇതൊക്കെ ചെയ്തിട്ടും അല്ല സോറി ഒന്നും റെസ്പോൺസ് ഇല്ലെങ്കിൽ V1 എന്ന് പറയും. സ്കോർ ഇസ് 1. ഓക്കെ, അപ്പം അതാണ് വെർബൽ റെസ്പോൺസ്. അതിൻ്റെ ഒരു ന്യൂമോണിക് പറയുകയാണെങ്കിൽ ആ കൺട്രി ഇവൻസ് അതിൽ ഓയും സിയും ഡബ്ല്യൂയും ഐ. ഓക്കെ, ഓ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരുന്നു? ഓറിയന്റഡ് ആണ് പേഷ്യൻറ്റ്. ഓക്കെ, സി എന്ന് പറയുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ്. ഓക്കെ ഓക്കെ, ഇനി വിങ്സിൽ W എന്ന് പറയുമ്പോഴത്തേക്കും വേർഡ്സ്, ചുമ്മാ റാൻഡം വേർഡ്സ്. ഐ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻകോംപ്രിഹെൻസിബിൾ സൗണ്ട്സ് ഓർ നോയ്സസ്. ഇവിടെ N എന്താണ്? നോ റെസ്പോൺസ് ആണ്. ഓക്കെ ഓക്കെ, അടുത്ത കമ്പോണന്റ്, തേർഡ് ലാസ്റ്റ് കമ്പോണന്റ് മോട്ടോ റെസ്പോൺസ്, M എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 6 സ്കോർ കൊടുക്കുന്നത്, മാക്സിമം സ്കോർ കൊടുക്കുന്നത് ഇഫ് എ പേഷ്യൻറ്റ് ഒബീസ് കമാൻഡ്സ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പറയാം, ഗ്രിപ്പ് മൈ ഫിംഗർ അല്ലെങ്കിൽ മേക്ക് എ ഫെസ്റ്റ് അല്ലെങ്കിൽ കൈ ഉയർത്താൻ പറയുക, എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് പേഷ്യൻറ്റ് ചെയ്യുവാണ്, ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, പേഷ്യൻറ്റ് മാക്സിമം സ്കോർ കൊടുക്കാം, 6 കൊടുക്കാം. ഓക്കെ, ഇനി അതൊന്നും ചെയ്യുന്നില്ല, ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എഗെയിൻ നമ്മൾ ആ പെയിൻഫുൾ സ്റ്റിമുലസ് കൊടുക്കും. നേരത്തെ പറഞ്ഞ പോലത്തെ ഇവിടെ സെൻട്രൽ സ്റ്റിമുലസ് കുറിച്ച് കൊടുക്കുന്നത് ട്രപ്പീസിയസ് സ്ക്വീസോ അല്ലെങ്കിൽ സുപ്രോബൈറ്റൽ പ്രഷർ കൊടുക്കുന്നു. അപ്പോൾ പേഷ്യൻ്റ് ആക്ച്വലി ലോക്കലൈസസ് പെയിൻ, അതായത് ഈ ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ അവിടെ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റ് ഇങ്ങനെ കൈ കൊണ്ട് തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിപ്പോൾ നമ്മൾ ട്രപ്പീസിയസ് പ്രഷർ കൊടുക്കുന്നെങ്കിൽ അവിടെ കൊണ്ടുവരുന്നു. ഇൻ കേസ് നമ്മൾ സുപ്രോബൈറ്റൽ പ്രഷർ കൊടുക്കുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് പേഷ്യൻ്റ് കൈ പൊക്കിയിട്ട് നമ്മുടെ ക്ലാവിക്കിളിന്റെ ലെവലിൽ മുകളിൽ വരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിന് പെയിൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മൾ സ്കോർ 5 കൊടുക്കും, M 5 കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ പെയിൻഫുൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ പേഷ്യന്റ് ആക്ച്വലി ഒരു ഫ്ലെക്ഷൻ ആൻഡ് വിത്ഡ്രോവൽ റെസ്പോൺസ് ആണെങ്കിൽ നമ്മൾ M4 കൊടുക്കും. അതെന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ഈ പേഷ്യന്റ് കാണിക്കുന്നതല്ലേ, ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരും, ഫ്ലെക്സ് ചെയ്തിട്ട് പക്ഷേ ലോക്കലൈസ് ചെയ്യില്ല, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ പെട്ടെന്ന് വിത്ഡ്രോ ചെയ്യും. ഓക്കെ, കൈ കൊണ്ടുവരും പെട്ടെന്ന് വിത്ഡ്രോ ചെയ്യും, ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ M5 പോലെ അങ്ങനെ ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ നമ്മൾ M4 കൊടുക്കും. അപ്പൊ ഇതിന്റെ ഇത് നോർമൽ ഫ്ലെക്ഷൻ ആണ്, കാരണം അബ്നോർമൽ ഫ്ലെക്ഷൻ പറയുന്നത്. അപ്പൊ ഇത് നോർമൽ ഫ്ലെക്ഷൻ, ജസ്റ്റ് ഫ്ലെക്സ് ചെയ്ത് എൽബോ ഫ്ലെക്സ് ചെയ്ത് കൊണ്ടുവന്ന് പക്ഷേ പെട്ടെന്ന് വിത്ഡ്രോ ചെയ്തു. ഓക്കെ, ഇനി ഇതല്ലെങ്കിൽ ഇൻ കേസ് നമ്മൾ ഈ മറ്റേ നെയിൽ ബിഡ് പ്രഷർ കൊടുക്കുന്നെങ്കിൽ പേഷ്യന്റ് പെട്ടെന്ന് കൈ വിത്ഡ്രോ ചെയ്യുവാണെങ്കിൽ, ആ കൈയിന് പെട്ടെന്ന് വിത്ഡ്രോ പുള്ള് ചെയ്യുവാണെങ്കിൽ അതും പറയാം, withdrawal to pain, M4 withdrawal to pain, flexion of withdrawal to pain. അടുത്തത് സ്കോർ 3 ആണ്, M3. അത് നമ്മളേക്കും അബ്നോർമൽ ഫ്ലെക്ഷൻ, അബ്നോർമൽ റെസ്പോൺസ് ടു 3യും 2ഉം അബ്നോർമൽ പോസ്റ്ററിംഗ് ആണ്. പെയിനോട് റെസ്പോൺസ് ആയിട്ട് അബ്നോർമൽ പോസ്റ്ററിംഗ് നടത്തുന്നതാണ് ഈ 3യും 4ഉം. അതിൽ 3 എന്ന് പറയുമ്പോഴത്തേക്കും അബ്നോർമൽ ഫ്ലെക്ഷൻ ആണ്. അബ്നോർമൽ ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പേഷ്യന്റ് ഈ ഒരു തേർഡ് ഫിഗറിൽ കാണിക്കുന്ന പോസ്റ്റർ അസ്യൂംഷൻ, അതായത് ഇങ്ങനെ നമ്മൾ ആ പെയിൻ ഇവിടെ കൊടുക്കുന്നത് ചുമ്മാ ഒന്നെങ്കിൽ സുപ്രോബൈറ്റൽ പ്രഷറിൽ കൊടുക്കും അല്ലെങ്കിൽ ട്രപ്പീസിയസ് പ്രഷർ കൊടുക്കും. പക്ഷെ പേഷ്യന്റ് ഇങ്ങനെ കൈ ഇങ്ങനെ എന്താണ് ഷോൾഡർ അഡക്ട് ചെയ്തിട്ട് എൽബോ ഫ്ലെക്സ് ചെയ്ത് ഫിംഗേഴ്സും റിസ്റ്റൊക്കെ ഫ്ലെക്സ് ചെയ്തിട്ട് ഫിസ്റ്റ് ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. വേറെ പിക്ചർ കാണിക്കാം, ഈ ഫസ്റ്റ് പോസ്റ്ററിൽ ഫസ്റ്റ് ഇതിനകത്ത് കാണിക്കുന്നല്ലേ അങ്ങനെ ഇരിക്കും. ഓക്കെ, നമ്മൾ ആ പെയിൻ സ്റ്റിമുലസ് കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ ഷോൾഡർ അഡക്ട് ചെയ്ത് എൽബോ ഫ്ലെക്സ് ചെയ്ത് ഫിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷൻ വന്നിരിക്കും. അപ്പൊ അതാണ് അബ്നോർമൽ ഫ്ലെക്ഷൻ. ഓൾസോ കോൾഡ് ഡീകോർട്ടിക്കേറ്റ് പോസ്റ്ററിംഗ് എന്ന് പറയും. അങ്ങനെയാണ് പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ M3 കൊടുക്കും സ്കോർ. ഓക്കെ, ഇനി അടുത്തത് അബ്നോർമൽ എക്സ്റ്റൻഷനാണ് കാണിക്കുന്നെങ്കിൽ പെയിനോട്. അബ്നോർമൽ എക്സ്റ്റൻഷൻ മീൻസ് ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെ സെയിം, ഷോൾഡർ അഡക്റ്റഡ് ആണ് പക്ഷേ എൽബോ എന്താണ് എക്സ്റ്റെൻഡഡ് ആയിരിക്കും. അതായത് 4 ആം എന്താണ് ഷോൾഡർ അഡക്റ്റഡ് ആണ്, എൽബോ എക്സ്റ്റെൻഡഡ് ആണ്, 4 ആം പ്രൊണേറ്റഡ് ആയിരിക്കും, പക്ഷേ റിസ്റ്റും ഫിംഗേഴ്സും ഫ്ലെക്സ്ഡ് തന്നെ ആയിരിക്കും. ഓക്കെ, എന്നിട്ടും ആ എൽബോ എക്സ്റ്റെൻഡഡ് ആയിരിക്കും. ഒരു അബ്നോർമൽ എക്സ്റ്റെൻസർ റെസ്പോൺസ് കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഡീസെറിബ്രേറ്റ് പോസ്റ്ററിംഗ് എന്നും പറയും. അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ സ്കോർ M
2 കൊടുക്കും. ഉം. ഓക്കെ, ഇനി അടുത്തത് അഗൈൻ റെസ്പോൺസ് ഇല്ലെങ്കിൽ മിനിമം സ്കോർ 1 കൊടുക്കും. നോ മോട്ടോർ റെസ്പോൺസ്. ഓക്കെ, പിന്നെ ഈ മോട്ടോർ റെസ്പോൺസിന്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇൻ കേസ് ഇപ്പോൾ രണ്ട് സൈഡിലും വേറെ വേറെ റെസ്പോൺസാണ് കാണിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം റൈറ്റ് സൈഡിൽ ലോക്കലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ വിഡ്രോലാണ് കാണിക്കുന്നെങ്കിൽ നമ്മൾ എപ്പോഴും ബെസ്റ്റ് സ്കോർ എടുക്കത്തുള്ളൂ. അതായത് ലോക്കലൈസ് ചെയ്യുന്ന അത് തന്നെ എടുക്കും, അത് വെച്ചിട്ടാണ് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ M5 തന്നെ കൊടുക്കും. ഓക്കെ, ബെസ്റ്റ് റെസ്പോൺസ് എടുക്കുന്നത് എപ്പോഴും ഡിഫറൻസിൽ സൈറ്റ്സിൽ ഡിഫറൻസ് വരുവാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് റെസ്പോൺസ് ആണ് സ്കോർ ചെയ്യാൻ എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു പിക്ചറാണ്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ലോ ലിംബിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഡീകോർട്ടിക്കേറ്റിൽ ഒരു ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പും പ്ലാന്റാർ ഫ്ലെക്ഷനും വരും. സെറിബ്രേറ്റിലും പ്ലാന്റാർ ഫ്ലെക്ഷൻ ഉണ്ട്, പക്ഷെ ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പ് വരണമെന്നില്ല. പ്ലാന്റാർ ഫ്ലെക്ഷൻ രണ്ടിനകത്തും വരും. അതുപോലെ തന്നെയാണ് സംഭവം. ഡീകോർട്ടിക്കേറ്റ് ഓർ ഫ്ലെക്സർ അബ്നോർമൽ ഫ്ലെക്ഷന്, ഡീസെറിബ്രേറ്റർ എക്സ്റ്റൻസർ റെസ്പോൺസ്. ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. സി പൊസിഷനിൽ കൈ വരികയാണ്, ഇവിടെ ഒരു ഇ പൊസിഷനിൽ കൈ വരികയാണ്. അപ്പം ഇത് ജസ്റ്റ് പറയുന്നത് വെച്ചാൽ ഈ പേര് പോലെ തന്നെ കോർട്ടിക്കേറ്റ്, ഡീകോർട്ടിക്കേറ്റ് മീൻസ് ഒന്നെങ്കിൽ സ്പൈനൽ ട്രാക്റ്റിനോ അല്ലെങ്കിൽ സെറിബ്രൽ ഹെമിസ്ഫിയർ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴത്തേക്കാണ് ഡീകോർട്ടിക്കേറ്റ് പോസ്റ്ററിങ് വരുന്നത്. അതിൽ മറ്റേത് മിഡ് ബ്രെയിനിലോ പോയിന്റ്സിലോ എന്തെങ്കിലും കുഴപ്പം വരുമ്പോഴത്തേക്കാണ് ഡീസെറിബ്രേറ്റ് പോസ്റ്റർ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ ലെവൽ ഓഫ് ഇഞ്ചുറി കൂടി മനസ്സിലാക്കാം. ഓക്കെ, ഇതിൻ്റെ ഒരു നിമോണിക്, ഈ നിമോണിക് എൻ്റെ അല്ല, ഞാനൊരു യൂട്യൂബ് വീഡിയോ നിർത്തുകയാണ്. ഇതിൻ്റെ നിമോണിക് പറയാനാണെങ്കിൽ കാണ്ട് വിത്തൗട്ട് പഞ്ച്. സി എന്തായിരുന്നു മോട്ടോർ റെസ്പോൺസിൽ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഒബേസ് കമാൻഡ്. അപ്പോൾ ആ കമാൻഡ്സിന്റെ സി. പിന്നെ എൽ എന്തായിരുന്നു? പെയിൻ ലോക്കലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യന്റ് കൈ പൊക്കി കൊണ്ടുവന്ന് തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോക്കലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡബ്ല്യു എന്തായിരുന്നു? വിത്ഡ്രോവൽ, ഫ്ലെക്ഷൻ ആൻഡ് വിത്ഡ്രോവൽ. ഇത് എഫ് എന്ന് ആക്ച്വലി അബ്നോർമൽ ഫ്ലെക്ഷൻ ആണ്, വെറും ഫ്ലെക്ഷൻ അല്ല, ഫ്ലെക്ഷൻ ആണ് അബ്നോർമൽ ഫ്ലെക്ഷൻ. ഓക്കെ, അടുത്തത് എ അബ്നോർമൽ എക്സ്റ്റൻഷൻ. ആക്ച്വലി അബ്നോർമൽ എക്സ്റ്റൻഷൻ എന്ന് പറയത്തില്ല, ചിലത് തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ മിക്കവാറും എക്സ്റ്റൻഷൻ എന്ന് മാത്രമേ പറയത്തുള്ളൂ, എക്സ്റ്റൻഷൻ റെസ്പോൺസ് എന്ന് പറയത്തുള്ളൂ. ഇവിടെ ഞാൻ നിമോണിക്കിന് വേണ്ടിയിട്ട് അബ്നോർമൽ എക്സ്റ്റൻഷൻ നടത്തുക. എൻ അതുപോലെ നോ റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ജസ്റ്റ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഐ ഓപ്പണിംഗ് എന്തൊക്കെയായിരുന്നു? സ്പോണ്ടേനിയസ് ഐ ഓപ്പണിംഗ് ആണെങ്കിൽ 4 കൊടുക്കാം. ടു സ്പീച്ച് ആണെങ്കിൽ 3, ടു പെയിൻ 2, റെസ്പോൺസ് ഇല്ലെങ്കിൽ 1. എല്ലാത്തിൻ്റെയും നോ റെസ്പോൺസ് 1 ആയിരിക്കുമല്ലോ. അടുത്തത് വെർബൽ റെസ്പോൺസ്, ഓറിയന്റഡ് ഇൻ ടൈം പ്ലേസ് ആൻഡ് പേഴ്സൺ ആണെങ്കിൽ 5, കൺഫ്യൂസ് ആണെങ്കിൽ 4, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ്, ചുമ്മാ കുറേ റാൻഡം വേർഡ്സ് സ്വയർ ചെയ്യുന്ന പോലെ വിളിച്ച് പറയുവാണെങ്കിൽ 3, ഇൻകോംപ്രിഹെൻസിബിൾ സൗണ്ട്സ് ലൈക്ക് മോർണിംഗ് ഗ്രോണിംഗ് സൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ 2, നോ റെസ്പോൺസ് 1. ഈ മോട്ടോർ റെസ്പോൺസ് നോക്കുമ്പോഴത്തേക്കും പേഷ്യന്റ് ഒബേസ് കമാൻഡ്സ് 6, മൂവ്സ് ടു ലോക്കലൈസ്ഡ് പെയിൻ അല്ലെങ്കിൽ ലോക്കലൈസസ് പെയിൻ 5, ഫ്ലെക്ഷൻ വിത്ഡ്രോവൽ ഫ്രം പെയിൻ 4, അബ്നോർമൽ ഫ്ലെക്ഷൻ ഓർ ഡീകോർട്ടിക്കേറ്റ് പോസ്റ്ററിംഗ് ആണെങ്കിൽ 3, അബ്നോർമൽ എക്സ്റ്റൻഷൻ ഓർ ഡീസെറിബ്രേറ്റ് പോസ്റ്ററിംഗ് ആണെങ്കിൽ 2, റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ 1. അപ്പോൾ ഇത് ജസ്റ്റ് കോൺഷ്യസ്നെസ് ലെവൽ വെച്ചിട്ട് പറയാനാണെങ്കിൽ ഇങ്ങനെ പറയുന്നത് ബെസ്റ്റ് റെസ്പോൺസ് ആയിരിക്കും 15 ആയിരിക്കും. കോമറ്റോസ് ക്ലൈൻറ്റ് ആണെങ്കിൽ 8 ഓർ ലെസ്. ഓക്കെ, 8 to 14 ആണ്. സോറി 8-14 അല്ല, 8 ഓർ ലെസ് ആണെങ്കിൽ കോമറ്റോസ് പേഷ്യൻ്റ് ആണെന്ന് പറയാം. 3 ഒക്കെ ആണെങ്കിൽ ടോട്ടലി അൺറെസ്പോൺസീവ് ആയിരിക്കുമല്ലോ. ഇത് നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്ക് സർജറിയിൽ ഇതാണ് വേണ്ടത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് ഇഞ്ചുറി ബേസ്ഡ് ഓൺ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ സ്കോറിംഗ്. സോ ഇത് നമ്മൾ എടുക്കുന്നത്, സോ സിവിയറിറ്റി ഇസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ പോസ്റ്റ് റീസസിറ്റേഷൻ. പേഷ്യന്റ് കൊണ്ടുവന്നിട്ട് ഹെഡ് ഇഞ്ചുറി വന്നിട്ട് റീസസിറ്റേറ്റ് ചെയ്തിട്ടുള്ള സ്കോറാണ് എടുക്കുന്നത് ഹെഡ് ഇഞ്ചുറി ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പം ഇതിൽ why do we take it? Because GCS score, especially a motor score, is a best. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞില്ലേ, പ്രോഗ്നോസ്റ്റിക് എന്താണ് ഒരു പ്രോഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ GCSൽ, അതാണ് പറഞ്ഞത്. ഇറ്റ്സ് എ ബെസ്റ്റ് പ്രഡിക്ടർ ഓഫ് ന്യൂറോളജിക്കൽ ഔട്ട്കം. ഓക്കെ, എസ്പെഷ്യലി മോട്ടോർ റെസ്പോൺസ്. ഓക്കെ, അപ്പം ചുമ്മാ ബ്രോഡ്ലി പറയാനാണെങ്കിൽ ഇപ്പം ഭയങ്കര സിഗ്നിഫിക്കലി ഒപ്റ്റൻഡഡ് പേഷ്യൻസ് ആണ്, തീരെ ഭയങ്കര ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അത്രയ്ക്ക് ഒരു അത്യാവശ്യം കുറവാണെങ്കിൽ മോഡറേറ്റ് ഇഞ്ചുറി, അതൊന്നും നോക്കണം, ജസ്റ്റ് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. മോഡറേറ്റ് ഇഞ്ചുറി ആണ്, കോമറ്റോസ് പേഷ്യന്റ് സിവിയർ ഇഞ്ചുറി. ഇതാണ് വേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ GCS ക്ലാസിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്: മൈനർ ഹെഡ് ഇഞ്ചുറി, മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ ഇഞ്ചുറീസ്. അപ്പം മൈനർ ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ GCS, അയ്യോ ഞാൻ എഴുതിയില്ല, സോറി, GCS 15 ആണ്. GCS 15 വിത്ത് നോ LOC, നോ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, മൈനർ ഹെഡ് ഇഞ്ചുറി. ഫുൾ GCS സ്കോർ ഉണ്ട്, പക്ഷേ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും ഇല്ലെങ്കിൽ ഒരു മൈനർ ഹെഡ് ഇഞ്ചുറി ഉള്ളൂ. ഇനി മൈൽഡ് ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ GCS 14 or 15, സോ ലെസ് ദാൻ 13 ആയിരിക്കും.
സോറി മോർ ദാൻ 13 ആയിരിക്കും വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ ഓക്കെ, മൈൽഡ് ഹെഡ് ഇഞ്ചുറി. മോഡറേറ്റ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുമ്പോഴത്തേക്കും 9 to 13. പിന്നെ സിവിയർ ഹെഡ് ഇഞ്ചുറീസ് 3 to 8. ഓക്കെ, മൈനർ ഹെഡ് ഇഞ്ചുറി GCS 15 with no LOC, full GCS score with no LOC, no loss of consciousness. Mild എന്ന് പറയുമ്പോഴത്തേക്കും 14 or 15 with loss of consciousness. Moderate എന്ന് പറയുമ്പോഴത്തേക്കും 9 to 13. Severe head injury 3 to 8. ഓക്കെ, ഇതാണ് ക്ലാസിഫിക്കേഷനെ പറ്റിയത്. പിന്നെ ജസ്റ്റ് എല്ലാം സെയിം സംഭവം തന്നെ. ഓക്കെ, നമ്മൾ എങ്ങനെയാണത് കോമ സ്കോർ പറയുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ വി ഹാവ് ടു പ്രസന്റ് ആസ് എ ബ്രേക്ക് ഡൗൺ ആൻഡ് നോട്ട് എ സം. നമ്മൾ ഒരിക്കലും ചുമ്മാ GCS സ്കോർ 7 or 8 എന്ന് വിളിച്ച് പറയരുത്. 3 or 15 ആണെങ്കിൽ ഫൈൻ പറയാം, കാരണം ഒന്നിക്കലും മിനിമം അല്ലെങ്കിൽ മാക്സിമം അത് കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തപ്പോൾ പറയുമ്പോൾ എപ്പോഴും ആ പേഷ്യന്റിന്റെ ഫിസിക്കൽ റെസ്പോൺസും ന്യൂമറിക്കൽ സ്കോറും ബ്രേക്ക് ഡൗൺ ചെയ്ത് പറയണം. ഫോർ എക്സാമ്പിൾ ഈ കൊടുത്തേക്കുന്ന പോലെ a patient who doesn't open his eyes withdraws to pain and makes groaning noises. അപ്പോൾ എന്തായിരിക്കും? does not open his eyes means എന്തായിരിക്കും? E എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ വിഡ്രോസ് ടു പെയിൻ മോട്ടോർ റെസ്പോൺസ് എന്തായിരിക്കും? അപ്പം M4 ആയിരിക്കും അല്ലേ? ഓക്കെ, അതുപോലെ മേക്ക് ഗ്രോണിങ് ഓർ മോർണിംഗ് നോയ്സസ് ആണെങ്കിൽ V2 ആയിരിക്കും. സോ മേക്കിംഗ് എ സ്കോർ ഓഫ് ടോട്ടൽ ഓഫ് 7. ഇത് വെറുതെ ജസ്റ്റ് സ്കോർ മാത്രം വിളിച്ച് പറയരുത്, ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇങ്ങനെ പറയാം. E1 V1 M4 മേക്കിംഗ് എ സ്കോർ ഓഫ് 7. അതിന്റെ കൂടെ നമ്മൾ ആ ഫിസിക്കൽ റെസ്പോൺസും കൂടി പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ. ഓക്കെ, ഇനി ഒരു സംഭവം എന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ഓഫ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. അതായത് അങ്ങനെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പേഷ്യൻ്റ് അനസ്തെറ്റിക്സ് സെഡേറ്റിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കമ്പോണൻസിന് ആക്ച്വലി ഒരു പ്രസക്തി ഇല്ലല്ലോ. ഹെഡ് ഇഞ്ചുറിയുടെ കേസ് വരുന്നില്ല, ഹെഡ് ഇഞ്ചുറി ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇൻ കേസ് ഡ്രഗ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്രീനിയം ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ, ഇൻടോക്സിക്കേറ്റഡ് ആണ് പേഷ്യൻ്റ് എങ്കിൽ, അല്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻറ്റുബേറ്റഡ് ആണ്. ഇതിലൊന്ന് ഫോർ എക്സാമ്പിൾ ഇൻറ്റുബേറ്റഡ് ആണെങ്കിൽ നമുക്ക് വെർബൽ റെസ്പോൺസ് എടുക്കാൻ പറ്റത്തില്ല. ഹിയറിംഗ് ഇമ്പയർഡ് ആണെങ്കിലും വെർബൽ റെസ്പോൺസ് എടുക്കാൻ പറ്റത്തില്ല. ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിലും മോട്ടോർ റെസ്പോൺസ് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ലിംബോ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ഉണ്ട്, ഡിസ്ഫേസിയ സ്പീച്ചിന് പ്രോബ്ലം ഉണ്ടെങ്കിലും വെർബൽ റെസ്പോൺസ് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസോർഡേഴ്സ് ലൈക്ക് ഡിമെൻഷ്യ, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഓക്യുലർ ട്രോമ വന്നിട്ടുണ്ട്, കണ്ണിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഓർബിറ്റൽ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ഐ റെസ്പോൺസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ലാംഗ്വേജ് കൾച്ചർ അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടെങ്കിലും പേഷ്യന്റ് നമുക്ക് പറയുന്നത് മനസ്സിലായില്ലെങ്കിലും പറ്റത്തില്ലല്ലോ. അപ്പം ഇങ്ങനത്തെ കേസസിൽ നമ്മൾ ഈ NT എന്ന് പറയും, നോൺ ടെസ്റ്റബിൾന്ന് യൂസ് ചെയ്യണം. NT. ഓക്കെ, NT. ഓക്കെ, അതുപോലെ ഇൻ കേസ് ഇനി സ്പെസിഫിക്കലി ഇൻറ്റുബേറ്റഡ് ആണ് പേഷ്യൻ്റ് എങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ നമുക്ക് ഈ വീട് സഫിക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ബാക്കി സ്കോർ 10 പറയാം പറ്റും. ഓക്കെ, classification based on classification of head injury based on Glasgow Coma Scale scoring. Then repeat ചെയ്യണോ? വേണ്ട, താങ്ക് യു. നീ ഉണ്ടാക്കി റിപ്പീറ്റ് ചെയ്യണോ? ഹലോ, നീ ഉണ്ടാക്കി നല്ലതായിട്ടുണ്ട്. ശരി, താങ്ക് യു.